കോഴിക്കോട് ജില്ലയിൽ ഫ്ലിപ്കാർട്ട് ഡെലിവറി ജീവനക്കാർ സൂചനാ പണിമുടക്ക് നടത്തി. ഡെലിവറിക്കുള്ള കമ്മീഷൻ വർദ്ധിപ്പിക്കണമെന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. CITU അനുകൂല സംഘടനയാണ് സമരത്തിന് നേതൃത്വം നൽകുന്നത്. ഇക്കാർട്ട് ഡെലിവറി റൈഡേഴ്സിന്റെ സൂചനാ പണിമുടക്കാണ് കുന്നമംഗലത്ത് നടക്കുന്നത്. അനിശ്ചിതകാല പണിമുടക്കിലേക്ക് വിവിധ തരം ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഡെലിവറി സ്റ്റാഫിന്റെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള അനിശ്ചിതകാല പണിമുടക്കിലേക്കാണ് അവർ നീങ്ങുന്നത്. അതിന് മുന്നോടിയാണ് ഇന്നിവിടെ ഒരു സൂചനാ പണിമുടക്ക് നടക്കുന്നത്. എന്താണ് സമരത്തിന്റെ അല്ലെങ്കിൽ ആവശ്യങ്ങളെ പറ്റി കൂടുതൽ വിവരങ്ങൾ നമുക്ക് ചോദിക്കാം. ഈ സാധനങ്ങളൊക്കെ വീടുകളിൽ എത്തിക്കുമ്പോൾ അവർക്ക് നൽകുന്ന 15 രൂപ പീസ് റേറ്റ് അവർക്ക് പെട്രോൾ അടിക്കാൻ പോലും തയ്യാത്തൊരു സാഹചര്യത്തിലേക്കാണ് ഈ തൊഴിലാളികൾ മുമ്പോട്ട് പോകുന്നത്. ഈ ആവശ്യം ഉന്നയിച്ച് 2 മാസം മുമ്പേ ഇതിൻ്റെ ഫ്ലിപ്കാർട്ടിൻ്റെ മാനേജ്മെൻറ്റിന് തൊഴിലാളികൾ കത്ത് നൽകിയിരുന്നു. പക്ഷേ ആ കത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫ്ലിപ്കാർട്ട് ഒരു സമീപനവും സ്വീകരിച്ചില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊരു സൂചനാ പണിമുടക്ക് ഇന്നിവിടെ നടക്കുന്നത്. 7 വർഷം മുൻപ് 23 രൂപ പീസ് റേറ്റിന് തന്നിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ അത് 15 രൂപ 50 പൈസയാക്കി വെട്ടിക്കുറച്ചിരിക്കുകയാണ്. സൂചനാ പണിമുടക്ക് പ്രഖ്യാപിച്ചതിൻ്റെ പേരിൽ 25-ാം തീയതി ചർച്ചയ്ക്ക് വിളിച്ചു. പക്ഷേ അന്ന് അംഗീകരിച്ച കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ഡ്രാഫ്റ്റ്, എംപ്റ്റി ഡ്രാഫ്റ്റാണ് ഞങ്ങൾക്ക് അയച്ചു തന്നതും. ഇതും കണ്ടിട്ടും കമ്പനി കണ്ണ് തുറക്കുന്നില്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഞങ്ങൾ അനിശ്ചിതകാല പണിമുടക്കിലേക്കും കടക്കുമെന്നാണ് ഞങ്ങൾ പറയുന്നത്. തൊഴിലാളികളും നേതാക്കളെല്ലാം പറഞ്ഞതുപോലെ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി വേതന വർധന നടക്കാത്തതിനപ്പുറം വേതനം വെട്ടിക്കുറയ്ക്കുന്ന രീതിയിലേക്കാണ് ഇവിടെ കമ്പനി പോകുന്നതാണ് തൊഴിലാളികൾ പറയുന്നത്. ഏതായാലും ഇതിൽ വലിയ മാറ്റമൊന്നുമില്ലെങ്കിൽ വലിയ സമരങ്ങളുമായി നേതാക്കളും തൊഴിലാളികളും മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് പറയുന്നത്. ക്യാമറാമാൻ മുസ്താഖിനൊപ്പം വിഷ്ണുദത്ത്, മീഡിയ 1, കോഴിക്കോട്.